നമസ്കാരം, സുഭാഷാറാണ്. അങ്ങനെ നമ്മുടെ ഓണം എക്സാം എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സാമിന് വരുന്നതാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അടിപൊളിയായിട്ട് പഠിച്ചേക്കണം. നമ്മളിങ്ങനെ ക്ലാസ്സുകളൊക്കെ മാക്സിമം നിങ്ങളുടെ എക്സാം വരെ, മീൻസ് പബ്ലിക് എക്സാം വരെ, അടുത്ത വർഷം മാർച്ച് വരെ ഇങ്ങനെ ക്ലാസ്സുകൾ ഇങ്ങനെ റെഗുലർ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കും. മാക്സിമം കാണുക. നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. സമയമില്ലല്ലോ അല്ലേ? ആർക്കുമേ സമയമില്ല, പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ എല്ലാവരും നന്നായിട്ട് വായിക്കണം. ക്വസ്റ്റ്യൻ ആദ്യം വായിക്കേണ്ടത് sum of first 5 terms of an arithmetic sequence is 14 and sum of first 13 terms is 216. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം, 21st ടൈം നോക്കണം. ഇവിടെ ഈ 5 ടേംസിന്റെ സമ്മ്, 13 ടേംസിന്റെ സമ്മ്, ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രത്യേകത അറിഞ്ഞെങ്കിൽ ഈ പ്രോബ്ലം സിമ്പിൾ ആകത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇവനെ പിടിച്ച് നമ്മൾ പല രീതിയിൽ കൂടെ ചെയ്ത് എവിടെയെങ്കിലും ഒക്കെ എത്തിപ്പെടുന്ന അല്ലാതെ ആൻസർ കിട്ടത്തില്ല. അപ്പൊ ഈ 5 ടേംസ് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ് അല്ലേ, ഒറ്റ സംഖ്യ. അതുപോലെ 13 എന്ന് പറഞ്ഞാലും ഒരു ഒറ്റ സംഖ്യ, ഓഡ് നമ്പറാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യേണ്ട മെത്തേഡിനെ പഠിച്ചിരിക്കണം. ഇപ്പൊ ഇതിനെ നമുക്ക് എഴുതാൻ പറ്റുന്നത് S5 ഈ സീക്രത്താണ് 40. S5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ടേംസിന്റെ സമ്മ്. 5 ടേംസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 ഈക്വൽ ടു 40 എന്നാണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 5 ടേംസിന്റെ സം ആണ് ഈ തന്നേക്കുന്നത് 40. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മിഡിൽ ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. മിഡിൽ ടൈം എന്ന് പറയാൻ x3, ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 5. അത്രയേ ഉള്ളൂ. ഓക്കെ, ഒന്നുകൂടെ കേട്ടെ. 5 ടേംസിന്റെ സം തന്നു കഴിഞ്ഞാൽ അതിന്റെ മിഡിൽ ടൈം ആയ മൂന്നാമത്തെ ടൈം ഇല്ലേ മിഡിൽ ടൈം, ഇവിടെ 2 പേര് ഇവിടെ 2 പേര് കഴിഞ്ഞാൽ ഈ x3 എന്ന് പറഞ്ഞാണ് അതിന്റെ എന്ത് ടൈം? മിഡിൽ ടൈം. ഈ മിഡിൽ ടൈം കണ്ടുപിടിക്കാൻ ഈ 40നെ ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ 40നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മിഡിൽ ടൈം കിട്ടും. മിഡിൽ ടൈം ഇവിടെ മൂന്നാമത്തേതാണ് x3. ദാറ്റ് ഈസ് x3 ഈക്വൽ ടു 40 ബൈ 5. x3യുടെ ഫോർമുല എന്താ പറയുക? x3 തേർഡ് ടൈമിന്റെ ഫോർമുല f പ്ലസ് 2d. ഓക്കെ, ദാറ്റ് ഈസ് f പ്ലസ് 2d ഈക്വൽ ടു 8. ഇക്വേഷൻ നമ്പർ 1. അപ്പൊ നമുക്ക് സം ഓഫ് 5 ടൈംസ് നിന്നും നമുക്ക് കിട്ടിയത് തേർഡ് ടൈം ആണ്, f പ്ലസ് 2d. ഇനി സം ഓഫ് 13 ടൈംസ്. സം ഓഫ് 13 എന്ന് പറയുന്നത് S13 ഈസ് ഈക്വൽ എത്രയാണ്? 260. മറ്റേ 13 ടൈംസ്, 13 ടൈംസിന്റെ മിഡിൽ ടൈം എത്രാമത്തെ ആയിരിക്കും? ഒന്ന് ആലോചിച്ച് പറഞ്ഞ 13 ടൈംസ്. ഈ 13 പേര് ഇങ്ങനെ നിരയായിട്ട് നിൽക്കുക, ഒരു വരിയായിട്ട് ക്യൂ നിൽക്കുക. 13 പേര് ക്യൂ ആയിട്ട് നിൽക്കുമ്പോൾ നടുക്ക് വരുന്നത് 7ാമത്തെ ടൈം ആയിരിക്കും. ശരിയല്ലേ? ഇവിടെ 6 പേര്, അപ്പുറത്തും 6 പേര് പോയിക്കാൻ നടുക്ക് ആ 7ാമത്തെ ടൈം ആയിരിക്കില്ലയോ? അപ്പൊ നമുക്ക് അവിടുന്ന് 7ാമത്തെ ടൈം കിട്ടും. ദാറ്റ് ഈസ് x7. ഓക്കെ, x7 കണ്ടുപിടിക്കാൻ 260യെ നമ്മൾ ഈ 13 കൊണ്ട് ഡിവൈഡ് ആണ്. അപ്പൊ ഇത് എന്തോ ടൈമാണ്? മിഡിൽ. ഓക്കെ, അപ്പൊ ഇവിടെ എന്തോ ടൈം ആയിരുന്നത്? മിഡിൽ. അപ്പൊ നമ്മൾ ഒരിക്കലും മറന്നു പോകാത്ത ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മൾ 5 ടൈംസ്, 7 ടൈംസ്, 9 ടൈംസ്, 13 ടൈംസ്, 11 ടൈംസ്, ഇങ്ങനെ ഓഡ് നമ്പർ ഓഫ് ടൈംസിന്റെ സം തന്നാൽ മിഡിൽ ടൈം തന്നെ കണ്ടുപിടിക്കാൻ ആ സമ്മിനെ എത്ര ടൈംസിന്റെ സമ്മാണോ അതും കൊണ്ട് കട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മിഡിൽ ടൈം ആയി x7 കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടി? 20. x7 കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. എന്തായിരുന്നു x7ന്റെ ഫോർമുല? f പ്ലസ് 6d ഈക്വൽ എത്രയാണ്? 20. ഇക്വേഷൻ നമ്പർ ആരായി? 2. നമുക്ക് 2 കാര്യങ്ങൾ കിട്ടി അല്ലേ? 2 ടേംസുകളെ കിട്ടി. എന്തൊക്കെയാ കിട്ടിയത്? f പ്ലസ് 6, f പ്ലസ് 2d കിട്ടിയായിരുന്നു. f പ്ലസ് 2d എത്രയായിരുന്നു? 8 എന്നും f പ്ലസ് 6d ഈസ് ഈക്വൽ ടു 20. അങ്ങനെ 2 ടേംസുകൾ, 2 പദങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടനെ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? ഡിയെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയായിരുന്നു? പൊസിഷൻ ഡിഫറൻസ്, ടേംസ് ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് എന്ത് ചെയ്യണം മോനെ? ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം. ടേം ഡിഫറൻസ് പറഞ്ഞാൽ ഇത് ഇങ്ങനെ അങ്ങോട്ട് മൈനസ് ചെയ്യണേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മൈനസ് 8. ഇവിടെ അതുപോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് 6 മൈനസ് 2. ഇത്രയും. ഓക്കെ, ഇങ്ങനെ നമുക്ക് മൈനസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് നമുക്ക് അതിന്റെ പൊതു വ്യത്യാസമായ ഡിയെ കിട്ടും. ഓക്കെ, അപ്പൊ 20 മൈനസ് 8 എന്ന് പറഞ്ഞാൽ എത്ര മോനെ? 12. 6 മൈനസ് 2 എന്ന് പറയുന്നത് 4 സമം 3. ഓക്കെ, ഡി കിട്ടിയല്ലോ. ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വേണ്ടത്? ഫസ്റ്റ് ടൈമും വേണം, കോമൺ ഡിഫറൻസും വേണം അല്ലെ? ആദ്യ പദവും പൊതു വ്യത്യാസം. ഇപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടൈം. അതിനു വേണ്ടി പല വഴികളുണ്ട്. നമുക്ക് ഒരു വഴി, ഫസ്റ്റ് ടൈമിനെ കണ്ടുപിടിക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് എഫിനെ കണ്ടുപിടിക്കാണ്ട് ഇക്വേഷൻ എടുത്ത് ചെയ്യാം കേട്ടോ. അങ്ങനെ അങ്ങ് ചെയ്യാം, അതായിരിക്കും നല്ലത്. f പ്ലസ് 2d ഈസ് ഈക്വൽ എത്രയാണ്? 8 അല്ലേ? ഓക്കെ, 8. അവിടുന്ന് നമുക്ക് ഡിക്ക് 3 കൊടുക്കുമ്പോൾ f പ്ലസ് 2 ഇൻറ്റു 3 ഈക്വൽ 8, ഓർ f പ്ലസ് 6 ഈക്വൽ 8, f ഈക്വൽ 6, 8 മൈനസ് 6, ആൻസർ 2 എന്ന് കിട്ടും കേട്ടോ.
ഇത് 8 ആണ്. അപ്പൊ നമുക്ക് അതും കിട്ടി. 8 - x = 2. ഇല്ലെങ്കിൽ വേറെ മെത്തേഡ് ഉണ്ട്, ഡയറക്ട്ലി നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേമിനെ കണ്ടുപിടിക്കാൻ ഇപ്പൊ നമ്മുടെ ഏത് ടേം ഉണ്ട് മോനെ? തേർഡ് ടേം ഉണ്ട് കേട്ടോ. തേർഡ് ടേം എത്രയായിരുന്നു? 8 അല്ലേ? തേർഡ് ടേം 8 ആണെങ്കിൽ ഫസ്റ്റ് ടേമിനെ കണ്ടുപിടിക്കാൻ ഞാൻ x3 - 2d എന്നുള്ള ഒരു ഫോർമുലയുണ്ട് കേട്ടോ. x3 - 2d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ടേമിൽ നിന്നും പുറകോട്ട് വന്ന് ഫസ്റ്റ് ടേമിൽ എത്താനുള്ള ഒരു വഴിയാണ്. നമുക്കിവിടെ x3 എത്രയായിരുന്നു കിട്ടിയത്? 8 അല്ലായിരുന്നു? ദാറ്റ് ഈസ് 8 - 2 × d എത്രയായിരുന്നു? d ഇവിടെ 3, ദാറ്റ് ഈസ് 2 × 3, ആൻസർ 6 എന്ന് വരും. അപ്പൊ 8 - 6 ആൻസർ എത്ര? 2. അങ്ങനെയും കിട്ടാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈമിനെ കണ്ടുപിടിക്കാൻ തേർഡ് ടൈമിൽ നിന്നും 2 ടൈംസ് ഓഫ് d കേട്ടോ, 2d കുറച്ചാൽ മതി കേട്ടോ. തിരിച്ച് ഇങ്ങോട്ട് വരട്ടെ. തേർഡ് ടൈമിൽ നിന്നും പുറകോട്ട്, മുന്നോട്ട് പോകുമ്പോൾ പ്ലസ് ചെയ്യണം, പുറകോട്ട് വരുമ്പോൾ മൈനസ് ചെയ്യണം. ഓക്കെ, നമുക്കിനി ഒരു ക്വസ്റ്റൻ കൂടെ ഉണ്ട്. 21ാമത്തെ ടൈമാണ് അല്ലേ? അതാ നമ്മുടെ രണ്ടാമത്തെ പാർട്ട്. 21ാമത്തെ ടൈം എന്ന് പറയുന്നത് x21. അതിന്റെ ഫോർമുല എത്ര ഉണ്ട്? f + 20d. നമുക്ക് മറ്റൊരു മെത്തേഡ് ഉണ്ട്, ഞാൻ ഇതിപ്പോ കാണിക്കാം. അപ്പൊ ഇങ്ങനെ കൂടെ ചെയ്യുന്നവർ ഇങ്ങനെ പഠിക്കുക, അടുത്തതാണെങ്കിൽ അടുത്തത് ഇഷ്ടമുള്ളതുകൊണ്ട് പഠിച്ചോണം. ഓക്കെ, f + 20d. f + 20d എന്ന് പറഞ്ഞാൽ f ഇവിടെ എത്ര നമുക്ക് കിട്ടിയത്? 2 അല്ലേ മോനെ? ദാറ്റ് ഈസ് 2 + 20 × d. d ഇവിടെ 3 അല്ലായിരുന്നോ? നമുക്ക് d കിട്ടിയത് 3 ആയിരുന്നു. ദാറ്റ് ഈസ് 2 + ആൻസർ 60, ആൻസർ 62 എന്ന് കിട്ടി. ആൻസർ കിട്ടി. ഞാൻ മറ്റൊരു മെത്തേഡ് ഒന്ന് കാണിക്കാം. നമുക്ക് ഇവിടെ ഒരു 7th ടൈം കിട്ടിയില്ലായിരുന്നോ? 7th ടൈം എത്ര എന്നാ കിട്ടിയത്? 20 ഇല്ലേ? 7th ടൈം 20 ഇല്ലയോ? അങ്ങനെ നമുക്ക് ചെയ്യാം. x21 = x7 + നോക്കിക്കാൻ മോനെ, 7ാമത്തെ ടീമിനോടുകൂടി എത്ര d കൂട്ടിയാൽ 21ാം ടൈം കിട്ടുമെന്ന് വെച്ചാൽ 14d. ശരിയല്ലേ? 14ഉം 7ഉം കൂടി ചേർന്ന് 21 ആണ് കേട്ടോ. അപ്പൊ 21ാമത്തെ ടൈം വേണമെങ്കിൽ 7ാമത്തെ ടൈമിനോടുകൂടി 14 ടൈംസ് ഓഫ് d കൂട്ടിയാൽ മതി. ദാറ്റ് ഈസ് x7. x7 ഇവിടെ എത്രയായിരുന്നു? നമുക്ക് 20 കിട്ടിയിട്ടുണ്ടല്ലോ. 20 + 14 × d. d എത്രയായിരുന്നു? 3. ദാറ്റ് ഈസ് 20 + 3 × 4. ആൻസർ ഈസ് 42. 100 62. നേരത്തെ കിട്ടിയതിന് കിട്ടി കണ്ടോ? ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ പല വഴികൾ പഠിച്ചിരിക്കുക. നമുക്ക് ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നത് അവൻ ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലൂടെ കയറാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാം കൃതിയിലുള്ള പോളിനോമിയൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് 2 കോൺസിക്യൂട്ടീവ് ഓഡ് പോസിറ്റീവ് ഇന്റിജേഴ്സ് ഹൂസ് സം ഓഫ് സ്ക്വയേഴ്സ് ഈസ് 290. എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളെ നിങ്ങൾ കണ്ടുപിടിക്കണം. ആ നമ്പറിനുള്ള പ്രത്യേകത എന്താണ്? അവരെ രണ്ടുപേരെയും സ്ക്വയർ ചെയ്യണം. വർഗം കണ്ടുപിടിച്ചിട്ട് കൂട്ടുമ്പോൾ 290 കിട്ടണം. അത് ഏതൊക്കെ നമ്പർ ആണെന്ന് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം കേട്ടോ. പക്ഷെ നമ്മുടെ ഈ മെത്തേഡിൽ കൂടെ തന്നെ കണ്ടുപിടിക്കണം. രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 13, 15 അല്ലെങ്കിൽ 17, 19 അങ്ങനെയുള്ള അടുത്തടുത്ത ഓടെന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകളെ കണ്ടുപിടിക്കുമ്പോൾ ആ സംഖ്യകൾ കൊണ്ടാകുന്ന പ്രത്യേകത അവ തമ്മിൽ സ്ക്വയർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇതിനെ സ്ക്വയർ ചെയ്യണം, ഇതിനെ സ്ക്വയർ ചെയ്യണം, പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് 290 കിട്ടണം. അങ്ങനെയുള്ള നമ്പറുകളെ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ അടുത്തടുത്തുള്ള നമ്പറുകളെ നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞിരിക്കണം. കോൺസിക്യൂട്ടീവ് ഓഡ് ഇന്റിജേഴ്സ് എന്ന് കേട്ടാൽ മക്കളെ x, x+2 എന്നാണ് എടുക്കേണ്ടത് കേട്ടോ. x, x+2. ഈവൻ കോൺസിക്യൂട്ടീവ് ആണെങ്കിലും ഓഡ് കോൺസിക്യൂട്ടീവ് ആണെങ്കിലും x ആൻഡ് x+2. അടുത്തടുത്ത ഒറ്റ സംഖ്യകളാണെങ്കിലും ഇരട്ട സംഖ്യകളാണെങ്കിലും x ഉം x+2 ആയിരിക്കണം. ഇനി ഇതിന്റെ എണ്ണൽ സംഖ്യകൾ മാത്രമാണെങ്കിലേ ഉള്ളൂ x ഉം x+1 എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ x ആൻഡ് x+2. ഇനി അവർ തന്നിരിക്കുന്നത് എന്താണ്? സം ഓഫ് ഹോസ് സ്ക്വയേഴ്സ് എന്ന് പറയാൻ x-ന്റെ സ്ക്വയറും x+2-ന്റെ സ്ക്വയറും തമ്മിൽ കൂട്ടുമ്പോൾ 290 കിട്ടണം. ഇതാണ് നമ്മുടെ അവർ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ, ഇക്വേഷൻ ഇതാണ്. ഇവനെ നമ്മൾ അവിടെ നിന്ന് ചെയ്ത് ഈ എക്സിനെ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് x² എഴുതി x+2 the whole square is in the form of a plus b the whole square. a plus b the whole square ആകുമ്പോൾ a² എന്ന് പറയുമ്പോൾ x² plus 2ab 2 ഗുണം x ഗുണം 2 2 ഗുണം x 2x ഈ രണ്ടോട് ചേരുമ്പോൾ 4x പ്ലസ് 2² 2ന്റെ സ്ക്വയർ 4 സമം 290. ഓക്കെ, ഇവിടെ രണ്ട് നമ്മുടെ x² കാണുന്നതുകൊണ്ട് ഇതിനെ നമുക്ക് ആരെന്ന് എഴുതാൻ പറ്റും? 2x² പ്ലസ് 4x സമം 290 മൈനസ് 4. ഞാൻ നമ്പറിനെ കൂടെ അപ്പുറത്തുണ്ട്, അവിടെ ഓൾറെഡി നമ്പർ ഉണ്ട്. അവർ തമ്മിൽ അങ്ങോട്ട് പ്രശ്നം ഉണ്ടായി. എത്ര ബാക്കിയുണ്ടോ നോക്കാം. 290 മൈനസ് 4 എന്ന് പറയുമ്പോൾ എത്ര ആയിട്ട് നോക്കിക്കേ? 2x² പ്ലസ് 4x ഈക്വൽ 286 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ മോനെ 2, 4, 286 എല്ലാത്തിനും നമുക്ക് 2 കൊണ്ട് വെട്ടാൻ പറ്റുന്ന കറക്റ്റ് നമ്പർ മോനെ. 2 കൊണ്ട് അങ്ങോട്ട് വെട്ടണം. വെട്ടുമ്പോൾ നമുക്ക് നോക്കിക്കേ എല്ലാത്തിനും ഇങ്ങനെ by 2 എല്ലാത്തിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഡിവൈഡ് ചെയ്യുമ്പോൾ 2x² by 2 2 വെട്ടിപ്പോയി കഴിഞ്ഞാൽ x².
ഇവിടെ 4നെ 2 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 2x. ഇനി ഈക്വൽ ടു 286നെ 2 കൊണ്ട് വെട്ടുമ്പോൾ 2 കൊണ്ട് 2നെ വെട്ടിയാൽ 1, 2 കൊണ്ട് 8നെ വെട്ടിയാൽ 4, 14ആയി. 6നെ വെട്ടിയാൽ 3, 143ആയി. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ എളുപ്പം നമുക്ക് വെട്ടാം. അപ്പൊ x² + 2x = 143 എന്ന് കിട്ടി. ഇതിന് നമുക്കൊരു കംപ്ലീറ്റിംഗ് സ്ക്വയർ ഉണ്ടല്ലോ, കംപ്ലീഷൻ ഓഫ് സ്ക്വയേഴ്സ് ഉണ്ടല്ലോ, ആക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക. അതിനുവേണ്ടി നമ്മൾ അപ്പുറം ഇപ്പുറം ആഡ് ചെയ്യണം, കൂട്ടണം. കൂട്ടുന്ന എങ്ങനെ? അവന് എക്സിന്റെ കൂടുള്ള നമ്പറിന്റെ പകുതിയുടെ സ്ക്വയർ. എക്സിന്റെ കൂടുള്ള നമ്പർ ഇവിടെ ആരാമനെ 2 ആണ്. 2ന്റെ പകുതി എടുക്കാൻ 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ട് സ്ക്വയർ. ഇവിടെ ഇപ്പൊ 10 ആണെങ്കിൽ 10/2, 8 ആണെങ്കിൽ 8/2 എന്ന് പറയാൻ ഇയാളുടെ പകുതി എടുക്കുക, സ്ക്വയർ ചെയ്യുക. അപ്പൊ 2ന്റെ പകുതി കണ്ടുപിടിക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്ക്വയർ. 2 യും 2 ക്യാൻസൽ 1 കിട്ടും. 1ന്റെ സ്ക്വയർ എത്ര തന്നെയാണ്? 1. ഓക്കെ. അപ്പൊ നമ്മൾ അപ്പുറം ഇപ്പുറം കൂട്ടേണ്ട നമ്പർ 1 ആണ്. ദാറ്റ് ഈസ് x² + 2x + 1 = 143 + 1. ഓക്കെ ആണല്ലോ. ഇയാൾ ആരാമനെ x² + 2x + 1 എന്ന് പറഞ്ഞാൽ a² + 2ab + b² ആണ്. ദാറ്റ് ഈസ് x + 1 ഹോൾ സ്ക്വയർ ആയിട്ട് മാറുവാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. 143 + 1 becomes 144. ഓക്കെ. അപ്പൊ നമുക്ക് 144. എന്ത് നല്ല കറക്റ്റ് നമ്പർ ആയി. 144നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ, ആരുടെ സ്ക്വയർ ആണെന്ന് എളുപ്പം കണ്ടുപിടിച്ച് വെച്ചാൽ ഇപ്പൊ എഴുതും. അപ്പൊ x + 1 ഹോൾ സ്ക്വയർ = 144 or x + 1 is equal to √144. എളുപ്പം പറഞ്ഞ √144. 144 റൂട്ട് ഇത്തിരി പേര് പഠിച്ചിരിക്കണം കേട്ടോ. ഈ റൂട്ട് സ്ക്വയർ ഒന്നും അറിയാൻ വയ്യാത്തവർ ഇങ്ങനെ പുറത്ത് ഇവിടെ കിടക്കും, അവിടെ ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇതൊന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോയി എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കല്ലേ. നന്നായിട്ട് പഠിക്കണം. ദാറ്റ് ഈസ് x + 1 is equal to 12 എന്നാണ് കേട്ടോ. ഓക്കെ. x + 1 12 ആണെങ്കിൽ x എത്ര കിട്ടും മോനെ? 12 - 1, ആൻസർ 11. അപ്പൊ നമുക്ക് കിട്ടി. ആദ്യത്തെ നമ്പറായി ഈ എക്സിന്റെ സ്ഥാനത്ത് ആരെയാണ് വരേണ്ടത്? 11. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ 11 + 2 13. അപ്പൊ നമ്മുടെ അടുത്ത നമ്പർ x + 2 ആണ്. 11 + 2 ആൻസർ ആരാണ്? 13. അപ്പൊ നമ്മുടെ കോൺസിക്യൂട്ടീവ് അടുത്തടുത്ത ഒരു നമ്പറുകൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ 11ഉം 13. അപ്പൊ ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് 11ന്റെ സ്ക്വയറും 13ന്റെ സ്ക്വയറും തമ്മിൽ കൂട്ടുമ്പോൾ 290 കിട്ടിക്കോളും. കൃത്യമായില്ലേ? അടിപൊളി ക്വസ്റ്റ്യൻസുകളാണ്. ഇത്തിരി നല്ല ക്വസ്റ്റ്യൻ ആണ്, വലിയ ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് കൂടുതൽ കിട്ടും. അടിപൊളിയായിട്ട് പഠിച്ചോണം. നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്തോണം. മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കാമേ. അടുത്ത ക്ലാസ് ഉടനെ എത്തും. ഗുഡ് ബൈ.